പരപ്പിൽ, വാളക്കുളം, അതല്ലെങ്കിൽ അരീക്കൽ എന്നൊക്കെ പറയുന്ന ഈ പ്രദേശത്തെ അക്ഷര സ്വപ്നമായിട്ടുള്ള അടുത്ത കാലത്ത് രൂപീകൃതമായിട്ടുള്ള ഗ്രന്ഥശാലയുടെ കീഴിലുള്ള അക്ഷര വായനശാലയുടെ പേരിൽ നടത്തുന്ന ഈ MT പ്രോഗ്രാമിലേക്ക്, അനുസ്മരണത്തിലേക്ക് എന്നെ വിളിച്ചതിൽ ആദ്യമായി ഞാൻ കൃതജ്ഞത രേഖപ്പെടും. നമുക്കറിയാം, MTയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം, ഒരുപാടറിയാം. മലയാളികൾക്കൊക്കെ തീർച്ചയായിട്ടും MTയെക്കുറിച്ച് ധാരാളം പറയാനും കേൾപ്പിക്കാനും ഒക്കെയുള്ള ഒരു വലിയ എഴുത്തുകാരനാണ്. മലയാള ഭാഷയെ ലോകത്തിൻ്റെ നടുമധ്യത്തിലേക്ക്, അതിൻ്റെ സാഹിത്യത്തെ ലോകോത്തരമായിട്ടുള്ള ചുറ്റുപാടുകളിലേക്കൊക്കെ കൊണ്ടുപോയ വളരെ കുറച്ച് എഴുത്തുകാരിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള ഒരാളാണ് MT വാസുദേവൻ. പറയുമ്പോൾ അത് കനത്ത നഷ്ടമാണ് എന്നൊക്കെ നാം സാധാരണ പറയുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മ രംഗം, അദ്ദേഹം മരിക്കുന്നത് വളരെ വളരെ സജീവമായിട്ട് നിന്ന രംഗം. എപ്പോഴും തൻ്റേതായുള്ള താൻപോരിമയോടെ ലോകത്തെയും അഭിപ്രായങ്ങളെയും സ്വീകരിക്കുകയും അത് പ്രകാശിപ്പിക്കുകയും അത് എഴുത്തിലൂടെ കഥയായും സിനിമയായും തിരക്കഥാരൂപത്തിലും മറ്റ് പത്രാധിപരുടെ റോളിലും ഒക്കെ അങ്ങനെയാണ് ബഹു കാര്യസ്ഥമായിട്ടുള്ള ഒരു മേഖലയാണ് MT. അദ്ദേഹം വെറും ഒരു എഴുത്തുകാരനല്ല, സാഹിത്യകാരൻ. അതുപോലെ വൈകാരികമായിട്ടുള്ള തരംഗങ്ങൾ എഴുത്തിൽ അദ്ദേഹം ഏറെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും, സിനിമയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും, സ്വജീവിതത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള നിമിഷങ്ങൾ MTയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും ഓർത്തെടുക്കാൻ ഉണ്ടാവില്ല. ഒരു കാലത്ത് കോഴിക്കോട് വലിയ എഴുത്തുകാരുടെ ഒരു തട്ടകമായിരുന്ന കാലത്ത് ബഷീറും NPയും ഒറ്റക്കാട്ടും എന്ന് വേണ്ട കുഞ്ഞബ്ദുള്ളയും മുകുന്ദനും, അങ്ങനെ മലയാളത്തിലെ ആധുനിക എഴുത്തുകാരുടെ ഒരു വലിയ തലമുറ ജീവിച്ച് പരസ്പരം പങ്കുവെച്ച് സ്നേഹിച്ച് ആലിംഗനം ചെയ്ത് അങ്ങനെ എഴുത്തിൻ്റെ രംഗത്ത് വലിയൊരു സംസ്കാരമുണ്ടാക്കിയ മലബാറിൻ്റെ ആ സാധ്യത എഴുത്തിലൂടെ പ്രകാശിപ്പിക്കേണ്ടായി. അന്ന് ബഷീറിന് ഭ്രാന്ത് മൂർച്ഛിച്ച് കിടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്തൊരു ചങ്ങാതി നൂലൻ വാസുവാണ്. അതായത് നമ്മുടെ വാസുദേവൻ നായർ, നൂലൻ വാസു എന്നാണ് വാസുദേവൻ നായർ അദ്ദേഹം വിളിച്ചത്. അവിടെയൊക്കെ തമ്മിലുള്ള ഇടപഴകൽ നമുക്കിന്നൊന്നും അത് സ്വപ്നം കാണാൻ പറ്റും. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, എഴുത്തുകാർ തമ്മിലുള്ള ബന്ധം, ഈ ബന്ധങ്ങളിലൂടെ എഴുത്തിൻ്റെ ഒരു സ്വാദ് രൂപപ്പെട്ടു വരുന്നതും അത് വളരെ ഗൗരവപ്പെട്ട മേഖലകളിലേക്ക് പോകുന്നതൊക്കെ ആ കാലഘട്ടത്തിൽ ശരിക്കും അനുഭവിച്ച ഒരു തലമുറയാണ് ആ കാലഘട്ടത്തിൽ ഇരുന്ന വായനക്കാർ പോലും എന്ന് നമുക്കറിയാം. രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പിണറാജൻ്റെ ഫോട്ടോ ഉണ്ട്. കത്തിയെടുത്ത് അടുത്തേക്ക് വരുന്ന എല്ലാവരെയും കുടൽ ചോർത്താനുള്ള ഒരു പരിപാടിയിലാണ്. അദ്ദേഹത്തെ പിടിച്ചു കേൾക്കാൻ പറ്റില്ല, കാരണം അത്രയും ഗടാഗടീയനായിട്ടുള്ള ശരീരമുള്ള ബഷീറാണ്. നമ്മൾ കാണുന്ന പിൽക്കാല ബഷീറല്ല. അപ്പം അങ്ങനെയുള്ള ബഷീറിനെ പിടിച്ചടക്കാൻ പോകുന്നവർക്ക് പേടിപ്പിക്കുമ്പോൾ അതിൽ വാസുദേവൻ നായർ, നൂലൻ വാസു. അപ്പോൾ അന്ന് പുനലൂർ രാജൻ ബഷീറിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ല, ഇത് പുനലൂർ രാജൻ, നമ്മുടെ സ്വന്തം പുനലൂർ രാജനാണ്.
ഇത് നിങ്ങളുടെ നൂലൻ വാസുവാണ് അല്ലേ? അത് ബഷീർ എന്ന കാര്യമുണ്ട്. പുനലൂർ രാജൻ സാത്താന്റെ കോലത്തിലും വരുന്ന, പുനലൂർ രാജൻ സാത്താന്റെ കോലത്തിലും വരും എന്നാണ് നിങ്ങൾ പറയുന്നത്. ശരിയല്ല. അയാൾ സാത്താശ്വരൻ നായരോട് ഏതാണ്ടൊരു 10-20 ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ബഷീറിന്റെ അവസാന കാലഘട്ടമാകുമ്പോൾ അങ്ങനെ ഒരു പത്രക്കാരൻ അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട്, ഇന്ന് അങ്ങനെ ഒരു രംഗം ഉണ്ടാകുകയും നിങ്ങളെ ബഷീർ കത്തി കൊണ്ട് കുത്തുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം പറഞ്ഞത്, ഞാൻ തിരിച്ച് കുത്തുമായി. ഇതാണ് MT വാസുദേവൻ. അതായത് താൻ ആർജിക്കുന്ന ആശയങ്ങൾ അത് തൻ്റേതായിട്ടുള്ള പരിവട്ടത്തിൽ ശരിയാക്കിയെടുത്ത് തൻ്റെ ലോകബോധത്തോട് ചേർത്ത് പഴയ വൈകാരികതകളെ മെല്ലെ മറിച്ച് അന്നത്തെ അവസ്ഥ എന്തായിരിക്കും, റിയാലിറ്റി എന്തായിരിക്കും, ആ റിയാലിറ്റിയോട് ശരിക്കും സംവദിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ വാർത്താക്കുറിപ്പുകളും. അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന കാലം നമുക്കറിയാം. ഒരുപാട് എഴുത്തുകാരെ കൊണ്ടുവന്ന ഒരു പത്രാധിപരാണ്. NV കൃഷ്ണ വാര്യർ കഴിഞ്ഞാൽ വാസുദേവ നായർ, അത് CH മുഹമ്മദ് ഖാൻ, ഇങ്ങനെ 3 പത്രാധിപന്മാർ ആ കാലഘട്ടത്തിൽ തിളങ്ങി വിളങ്ങുന്ന കോഴിക്കോട്ടെ സൂര്യ തേജസ്സുകളായിട്ട്. NV കൃഷ്ണ വാര്യർക്ക് ശേഷം ആണ് ഇദ്ദേഹം വരുന്നത്, അതുകൊണ്ട് പത്രാധിപൻ. അപ്പം അങ്ങനെയൊക്കെ എഴുത്തുകാരെ ഉണ്ടാക്കി, അല്ലെങ്കിൽ എഴുത്തുകാരാക്കി തീർക്കുന്നു. എഴുതാൻ സിദ്ധിയുള്ളവരെ, സർഗവാസനയുള്ളവരെ, അതിൻ്റെ അകം കണ്ടറിഞ്ഞ് ഉള്ളുറവ തിരിച്ചറിയുകയും അതിൻ്റേതായിട്ടുള്ള ഈ കഥയുടെയും നോവലിൻ്റെയും ഭാവനയുടെയും ഒക്കെ കാമനകളുടെയും ഒക്കെ അതിൻ്റെ ഗതിവേഗം തിരിച്ചറിയുകയും ഇത് യഥാർത്ഥമായിട്ടൊരു സാഹിത്യ സൃഷ്ടിയാണ്, ഇതുവരെ ആരും കാണിക്കാത്തൊരു സാഹിത്യ സൃഷ്ടിയാണ് തിരിച്ചറിഞ്ഞ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രാധിപൻ. ആ പത്രാധിപരുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, എനിക്ക് വാസുദേവൻ നായരുടെ നോവലുകളേക്കാൾ കൂടുതൽ ഇഷ്ടം അദ്ദേഹത്തിൻ്റെ അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കോളങ്ങളാണ്. ആ കോളങ്ങൾ ഓരോ കോളം വായിക്കുമ്പോഴും, ഇന്നും നമുക്ക് അങ്ങനത്തെ ഒരു കോളം ഒരു വീക്കിലിയിലോ ഒരു പത്രത്തിലോ ഇല്ല. ആ കോളം വായിച്ചാൽ നമുക്ക് അതത് ദിവസത്തെ അല്ലെങ്കിൽ അതത് ആഴ്ചയുടെ എന്താണ് പ്രൈം ആയിട്ടുള്ള മോട്ടീഫ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കോളങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കോളങ്ങൾ. കാരണം സുമാറേക്കോട് പറയാറുണ്ട്, അഴീക്കോട് മാഷ് പറയാറുണ്ട്, അഴീക്കോട് മാഷ് ഇങ്ങനെ പ്രസംഗിക്കുക, ചില പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 സ്ഥലത്ത് അദ്ദേഹം പറയും ഇങ്ങനെ, അതായത് ആളുകൾ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങും, അതിൻ്റെ വിഷയമൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഘട്ടം എത്തുമ്പോൾ അദ്ദേഹം പറയും, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ആ പ്രസംഗം ചൂടായിട്ട് വരുമ്പോൾ അദ്ദേഹം പറയും, മക്കളെ ഇത് തന്നെയാണ് വിഷയം കേട്ടോ, വിഷയം ഇനി വേറെ വരികയില്ല കേട്ടോ എന്ന്. അങ്ങനെയാണ് അങ്ങനെ ആ ഡെവലപ്പ് ചെയ്ത് പോകാൻ എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ചില കോണ്ടെക്സ്റ്റ് മാറുമ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ചെറുങ്ങനെ അത് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മട്ടിൽ 1958 അദ്ദേഹത്തിന് 4 കെട്ട്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. 1961 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. 9ാം ക്ലാസ്സിലായിരുന്ന സമയത്താണ് ഞാൻ അതെടുത്ത് വായിക്കുന്നത്. വേങ്ങര ഹൈസ്കൂൾ പഠിക്കുമ്പോഴാണ് 4 കെട്ട് എടുത്ത് വായിക്കുന്നത്. അന്നത്തെ ചില ലൈബ്രറിയുടെ പരിപാടി കൂടിയാണല്ലോ. അന്ന് നമ്മളെങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില ലൈബ്രറിയന്മാർ. അത് ലൈബ്രറിയൻ ഒന്നല്ല, അന്ന് സ്കൂളിലും ലൈബ്രറിയന്മാരൊന്നുമില്ല. ഒരു മാഷ് ലൈബ്രറി, അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ പ്രത്യേക പോസ്റ്റൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നണേ. ഹയർ സെക്കൻഡറിയിലുണ്ടോ പക്ഷെ ഇല്ല. അപ്പം എന്താണ് അത് അവിടുത്തെ ഒരു മാഷ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല എടുത്തു തരുന്ന പോലെ തന്നെ ഒരു പുസ്തകം എടുത്തു തരികയും ആണ്. ആ പുസ്തകം അന്ന് ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചു തള്ളുന്ന സമയമാണ്. ബ്രോം സ്റ്റോക്കറും പിന്നെ കോട്ടയം പുഷ്പനാഥും മറ്റേ ഇതൊക്കെ, അങ്ങനെ ഒരുപാട് പേരുടെ ആ ഒരു കാലഘട്ടമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ തിളച്ചു മറിയുന്ന കാലഘട്ടമാണ്. അകത്ത് പ്രണയവും ലോകബോധവും വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അതിലേക്കാണ് യഥാർത്ഥത്തിൽ അപ്പുണ്ണി എന്നുള്ള കഥാപാത്രം വരുന്നത്. അത് വായിക്കുന്നതോടുകൂടി
അതുവരെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ബഷീറിന്റെ ചില കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്, ചിലതൊക്കെ വായിച്ചിട്ടുള്ള കാലഘട്ടമാണ്. പക്ഷെ എങ്കിലും ഈ നാലുകെട്ട് എടുത്ത് വായിക്കുന്നതോടുകൂടി അതുവരെ ഇല്ലാത്ത എന്തോ ഒരു സാധനം അതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ പല കഥകൾ നമുക്കറിയാം. മരുമക്കത്തായ കുടുംബത്തിലുള്ള അമ്മാവന്മാരോടുള്ള അവരുടെ കാർക്കശ്യങ്ങളോടുള്ള അവരുടെ ഇടപെടലുകളോടും അവരുടെ ജീവിത സുഖത്തിൽ അഭിരമിക്കുന്നതിനോടും എതിരെയുള്ള അപരത്വം കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പേരമക്കളാൽ പേരായിട്ടുള്ള കുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേക കുടുംബ സെറ്റപ്പിൽ, കൂട്ടുകുടുംബത്തിന്റെ തറവാട് എന്നൊക്കെ പറയും, കൂട്ടുകുടുംബത്തിന്റെ ഒരു സെറ്റപ്പിലുള്ള ഒരു കാലഘട്ടം. ആഗ്രഹങ്ങളെക്കാൾ എനിക്ക് എപ്പോഴും എൻ്റെ കൂടല്ലൂരാണ്, എൻ്റെ നിളയാണ് ഇഷ്ടം, ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു വരും എന്ന്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ പറയുകയും അങ്ങനെ ചെയ്യുകയും ചെയ്ത ഒരാളാണ്. നേരെ മറിച്ച് ഞാൻ ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിലാണ് ജീവിക്കാൻ പോകുന്നത്, അമേരിക്കയിൽ ഇത്ര കാലം ജീവിക്കും, ഡൽഹിയിൽ ഞാൻ ഇങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും പാചകം അടിക്കാൻ നേരെ കിട്ടാറില്ല. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടർ. അപ്പം അപ്പുണ്ണിയുടെ ആ ഒരു കഥാപാത്രം അതെല്ലാവർക്കും അറിയാം. ഇതിലിരിക്കുന്നതൊക്കെ മിക്കവാറും എനിക്കറിയാം ഈ ഒരു ഏജുള്ള ആളുകളൊക്കെ MT വായിച്ചു തള്ളിയവരാണ്. നേരെ മറിച്ച് ഇങ്ങനത്തെ കുട്ടികളാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ആദ്യം അവർ പറയില്ല MT വാസുദേവൻ, വിജയനും ചിലപ്പോൾ കേട്ടിട്ട് പോലും ഉണ്ടാകും. ബഷീർ പറയും, ബഷീറും വിജയനും, SK പൊറ്റക്കാട്ട് പറയും, പിന്നെ തകഴി പറയും. അങ്ങനെ ഒരു ശൃംഖല അവർ പറയുമ്പോൾ, കാരണം ആദ്യം അവർക്ക് തകഴിയിൽ നിന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് അവർ പറയുക അദ്ദേഹമാണ് വാസുദേവൻ നായർ. കാരണം തകഴിക്ക് ശേഷം, ബഷീറിന് ശേഷം, എന്നാൽ ബഷീറിന്റെ ഏതാണ്ട് കാലത്തിന്റെ അവസാന കാലത്തോടൊപ്പം ഒരു പ്രത്യേക രീതിയിൽ സാഹിത്യത്തെ കൊണ്ടുവന്ന വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു തലമുറയുണ്ട്. മാധവിക്കുട്ടി, അതുപോലെ ഇദ്ദേഹം, അതുപോലെ പിന്നെ മുകുന്ദൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള എഴുത്തിന്റെ, ആധുനികതയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട ആധുനിക മനുഷ്യന്റെ ഈ പൊരിച്ചിലുകളെ, അതിൻ്റെ ഉൾവേദകളെ, നഗരത്തിന്റെ പ്രശ്നങ്ങളെ, നാഗരികമായ മനസ്സിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആ എഴുത്തിൽ രണ്ടും ശീലിച്ച, അല്ലെങ്കിൽ രണ്ടും എഴുതിയ ഒരാളാണ് MT. അദ്ദേഹം കൂടല്ലൂർ വിട്ടു പോകാത്തത് കൊണ്ട്, കൂടല്ലൂരിന്റെ നിള, അയാൾ നല്ല കർഷകനാണ്, കർഷകന്മാരുടെ എല്ലാ മനസ്സ് അദ്ദേഹത്തിന് അറിയും. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മൾ പ്രശസ്തരായുള്ള കഥാപാത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, എന്നിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നുണ്ട്. വളരെ മൂലം മരിച്ചു വീഴുന്ന ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴുകൊണ്ടിരിക്കുമ്പോൾ, ശരി, എനിക്ക് നിങ്ങളൊന്നും വേണ്ട, ഞാനിത് അവരൊക്കെ ഖബറടക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു കഥാപാത്രമാണ് അത്ഭുതപ്പെടും. കാരണം അവിടെയും ഇവിടെയും എന്നെ സ്വീകരിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ശവങ്ങളെ കൂടെ നിൽക്കും, എനിക്ക് എൻ്റെ ശവങ്ങൾ മതി, കാരണം ശവത്തിന് അസ്തിത്വമില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു രീതിയിൽ ആ തെരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള നിലനിൽപ്പ് ഉറപ്പിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ. അങ്ങനെ ഏത് കഥ, കൂടുതലൊന്നും എനിക്ക് പറയാൻ സമയമില്ല ഈ സമയത്ത്. നേരത്തെ ആണെങ്കിൽ നമുക്ക് കുറേ കൂടി ഒക്കെ എല്ലാവർക്കും പറയാൻ, എല്ലാം എടുത്താണ്. അത് ഒരു ഘട്ടം കഴിയുമ്പോൾ മാത്രമല്ല, സിനിമയുടെ കാര്യം എടുത്തു നോക്കൂ. അതാണ് ഞാൻ പറഞ്ഞത്, പിന്നെ വെക്കുന്ന എല്ലാം പൊന്നാക്കി മാറ്റുന്ന, തൊടുന്ന എല്ലാം പൊന്നാക്കി മാറ്റുന്ന എന്നുള്ള ആ ഉക്തി, ഒരു അത്യുക്തിയല്ല അദ്ദേഹം സംബന്ധിച്ചത്. കാരണം ഈ 8ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനിച്ചു, എത്രയോ സിനിമകൾ അദ്ദേഹം കഥയും തിരക്കഥ എഴുതി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായുള്ള വർക്കുകളാണ്. ആ പ്രശസ്തമായുള്ള വർക്കുകൾക്ക് തിരക്കഥയും കഥയും എഴുതിയ ആ വർക്കുകൾ മലയാളത്തെ അതിപ്രശസ്തരായിട്ടുള്ള സംവിധായകന്മാരാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഭംഗി, ജീവിതത്തിൽ സ്പഷ്ടത, അതിൻ്റെ ദൃശ്യത, അതാണ് വളരെ പ്രശ്നം. സിനിമയ്ക്ക് നോക്കൽ ദൃശ്യതയാണ്, അതെങ്ങനെ ദൃശ്യവൽക്കരിക്കാൻ പറ്റും. അങ്ങനെ എത്രയും ഗംഭീരമായിട്ട് ദൃശ്യവൽക്കരിക്കാൻ പറ്റുന്ന മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അത് സാഹിത്യ ഭംഗിയുള്ള തിരക്കഥകൾ കൂടി. അങ്ങനെയുള്ള ഈ തിരക്കഥകൾ എത്ര എണ്ണാണ് അദ്ദേഹം എഴുതി, കഥ എഴുതി, അത് ഏട്ടാൻ സംവിധാനിച്ചു. എന്നിട്ട് 54 അതാണ് 54ഓളം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയും കഥയും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 8ഓളം പ്രശസ്തമായുള്ള സിനിമകൾ, ദേശീയ അവാർഡുകൾ, സംസ്ഥാന അവാർഡുകൾ, മറ്റ് തരത്തിലുള്ള ഈ സിനിമാ മേളകളിലെ, ചലച്ചിത്ര മേളകളിലെ, വിദേശ അതൊക്കെ കിട്ടിയ, അങ്ങനെയുള്ള നിർമാല്യം പോലുള്ള, ബന്ധനം പോലുള്ള അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത
സിനിമകൾ, അതൊക്കെ കണ്ട് ഇടവയിലെ പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകൾ. ഇപ്പോൾ നിർമ്മാല്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. നിർമ്മാല്യം വായിക്കാത്തവർ ഉണ്ടാവില്ല. നിർമ്മാല്യം എന്നുള്ള കഥയുടെ പേര് നിർമ്മാല്യം എന്നല്ല, പക്ഷെ നിർമ്മാല്യം എന്നുള്ള സിനിമയിൽ ഇന്ന് അങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടില്ല. അതാണ് ഒരു കാലഘട്ടത്തെ അളക്കാൻ ഏറ്റവും നല്ല മാർഗം. എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയാൽ സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടില്ല, അത് പെട്ടിയിൽ വെക്കേണ്ടി വരും. കാരണം അത്രമാത്രം വർഗീയവൽക്കരിക്കുകയും മനുഷ്യനെ അപരവൽക്കരിക്കുകയും മനുഷ്യർക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കി സമൂഹം ഉണ്ടാക്കുകയും അത് മൂർദ്ധമായി രൂപീകരിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ആ സിനിമയ്ക്ക് തീർച്ചയായിട്ടും സെൻസർ ബോർഡ് അംഗീകാരം കിട്ടില്ല. കാരണം അതിലെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ വെളിച്ചപ്പാടിന്റെ കുടുംബം, വെളിച്ചപ്പാടൊക്കെ ദൈവമായിട്ട് ഉറഞ്ഞു തുള്ളി വരുമ്പോൾ, ദേവനും ദേവിയുമായിട്ട് നാം അവരെ പൂജിക്കുമ്പോൾ അവര് പിന്നെ അവരുടെ ഒരു നില വേറെയാണ്, മനുഷ്യനല്ല. അങ്ങനെ മനുഷ്യനല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരുന്ന അതിമാനുഷ്യനായിട്ടുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടറാണ് സത്യത്തിൽ വെളിച്ചപ്പാട്. പക്ഷെ ആ വെളിച്ചപ്പാടിന്റെ അവസ്ഥ എന്താണ്? സ്വന്തം മകള് വേറെ ഒരു പിന്നെ സവർണായിട്ടുള്ള ഒരു പിന്നെ ഗർഭിണി കാണുന്നത്, ഭാര്യ അവിടുത്തെ തന്നെ ലാൻഡ് ലോഡായിട്ടുള്ള ഒരാൾക്ക് ശരീരം സമ്മാനിക്കുന്നു. ഇത് എത്ര പ്രാവശ്യം നടന്നിരിക്കണമല്ലോ. അങ്ങനെ അതാണ് വിശപ്പ് എന്ന് പറയുന്ന ഒരു അംശമുണ്ട് ആ കാലഘട്ടത്തിൽ. തകഴിയുടെയും ബഷീറിന്റെയും ഒരു കാലഘട്ടത്തോടു കൂടി വിശപ്പ് എന്നുള്ള ആ ഒരു അംശം സാഹിത്യത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നൊന്നുമില്ല. അത് അത് പരിചരിക്കുന്ന രീതിക്ക് വ്യത്യാസം വരും. ഷെർലക് എന്ന് പറയും. ഷെർലക് ഒരു പൂച്ചയുടെ കഥയാണ്. അത് ലേറ്ററായിട്ട് വന്ന ഒരു കഥയാണ് ഷെർലക്. ഷെർലക് എന്നുള്ള പൂച്ച അമേരിക്കയിലെ പൂച്ചയാണ്. അമേരിക്കയിൽ ഒരു ഇന്ത്യൻ കുടുംബം പോറ്റുന്ന പൂച്ചയാണ് ഷെർലക്. ആ പൂച്ച അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന സഹോദരൻ ബാലു എന്ന് പറയുന്ന സഹോദരൻ അവിടെ ചെന്നിട്ട് പെങ്ങളോടൊപ്പം താമസിക്കുന്ന കുറച്ച് ദിവസം ആ പൂച്ചയുമായിട്ടുള്ള ബന്ധമാണ് സത്യത്തിൽ. അളിയൻ വീട്ടിലില്ല, അളിയൻ കച്ചവട ബിസിനസ് ആവശ്യാർത്ഥം പുറത്താണ്. ജയന്തോൻ ഹിന്ദിക്കാരനാണ് അളിയൻ, മലയാളി അല്ല അളിയൻ. അങ്ങനെ ഹിന്ദിക്കാരനെ അളിയനും ഈ പറഞ്ഞ പെങ്ങളും തമ്മിൽ ഉള്ള നീരസങ്ങൾ ഒരു ഭാഗത്ത് നമ്മളുടെ മനസ്സിലേക്ക് പലതരത്തിൽ കാണിച്ചു. എല്ലാം പൂച്ചയാണ്, പൂച്ചയെ ഉദ്ദേശിച്ചത് അല്ലെ. അവിടുത്തെ അമേരിക്കയിൽ പൂച്ച വളർത്തേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും. അവിടുത്തെ പൂച്ച വളർത്തുമ്പോൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നഖങ്ങൾ എടുക്കുകയാണ്. നഖങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പതുപതുത്ത സോഫകളിൽ, അതാണ് അവിടുത്തെ കുഷ്യൻ സോഫകളാണ്, അത്തരം സോഫകളിൽ അത് മാന്തി കീറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ നഖങ്ങൾ എടുക്കും. അതേ സമയത്ത് കഥയിൽ നഖം നീട്ടുന്നതായിട്ടും നഖം ഉള്ളിലേക്ക് വലിക്കുന്നതായിട്ടും നഖമില്ലാതെയും ഒക്കെ ഈ ബാലുവിന് ചെയ്യുന്നുണ്ട്. ബാലുവിനെ ഒരു ചാരനെ പോലെ അത് പിന്തുടരുന്നുണ്ടോ? അമേരിക്കൻ CIA ആണ് സത്യം. CIA ഒരു തരം പ്രതിച്ഛായ നൽകിക്കൊണ്ട് ആ തരത്തിൽ ഒരു പൂച്ചയുടെ ഒരു ബിംബത്തിലൂടെ ശരിക്ക് എങ്ങനെയാണ് അപരദേശത്തുള്ള മനുഷ്യരെ അതിങ്ങനെ. ജയന്ത് വീട്ടിലില്ല, ജയന്ത് പിന്നെ മലയാളിയല്ല, അതേസമയത്ത് അയാൾ ഇന്ത്യക്കാരനാണെങ്കിൽ പോലും അയാൾ ഒരു വിദേശിയെ പോലെയാണ് പെരുമാറുന്നത്. മഞ്ഞ അത്ര ഒരു നിഷ്ഠയുള്ള കൃതിയൊന്നുമല്ല, പക്ഷേ മഞ്ഞിലെ ചില കാര്യങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരും. വിമല മാത്രമല്ല, അടുത്ത ബുദ്ധു വരാ സാഹിബിനെ പ്രതിച്ച ഈ പിതൃത്വത്തെക്കുറിച്ച് MT ചില പ്രശ്നങ്ങളാണ്. അത് ഈ മകരമക്കത്തായത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പിതൃത്വമല്ലല്ലോ, ആദർത്തല്ലേ ഉള്ളതാണ്. പിതൃത്വത്തിന്റെ പ്രശ്നങ്ങളാണ് MT പല കഥകളിലും ഉള്ളത്, പല നോവലുകളിലും ഉള്ളത്. അത് തന്നെയാണ് ഈ പറഞ്ഞ ഇതിലും ഉള്ളത്. ഭീമനെ കുറിച്ച് പറയുന്നുണ്ട്, ചണ്ടമാരുതനെ പോലെ കാട്ടിൽ നിന്നൊരു അസുരൻ, ഒരു കാട്ടാളൻ ഇത് കയറി വന്നു എന്നാണ് വായുദേവനെ കുറിച്ച് വരണം അദ്ദേഹം പറയുന്നത്. അതിന്റെ അർത്ഥം അത് പ്രാപിച്ച ഒരു രാക്ഷസൻ, അത് കാമുകനാവട്ടെ അല്ലാതാവട്ടെ എന്ന് പറയാതെ ഇങ്ങനെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇതാണ് വേർഷന്റെ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഏത് കാര്യം എടുക്കുമ്പോഴും അതിന് അതുവരെ കണ്ടതല്ലാത്ത വേറൊരു കാഴ്ചപ്പാടിൽ നോക്കിക്കാണാൻ പറ്റി എന്നുള്ളതാണ് വാസുദേവൻ നായർ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സുഖം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാവരെയും അദ്ദേഹത്തിന് ഒരുപാട് വീക്ക്നെസ്, മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോട്ടെ, അതൊന്നും കലയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല, അത് എഴുത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ല. ഈ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അറിയാൻ പറ്റും അദ്ദേഹം ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനും വ്യത്യസ്തനായിട്ടുള്ള ഒരു നാളികേരപാകനായി പോലും നമ്മൾ കേരളീയർ അദ്ദേഹത്തെ കാണില്ല അല്ലെ. നാളികേരപാകനായിട്ട് അകത്ത് കാമ്പുള്ള, പുറത്ത് ചിരട്ട, കരുത്തുള്ള, ഒരു മൂർച്ചയുള്ള ചിരട്ടയുള്ള ഒരു മനുഷ്യനായിട്ട് പോലും
MT പലപ്പോഴും MT സുഹൃത്തുക്കൾക്ക് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം MT അങ്ങനെയാണ്. മഞ്ഞിന്റെ ലൊക്കേഷനും കാര്യങ്ങളും തേടി പോവുക, അത് വസ്തുതയാണ്. മലയാളി മഞ്ഞ് വായിച്ച, മഞ്ഞ് തലയിൽ കയറിയ, ഹൃദയത്തിലിരുന്ന വായനക്കാരൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഈ MT പറഞ്ഞത് എവിടെയാണെന്നൊക്കെ നോക്കി പോവുക. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ആദ്യകാലത്ത് എനിക്ക് എന്തൊക്കെ തോന്നിയിരുന്നു. അപ്പൊ അടുത്ത കാലത്ത് പോയപ്പോ ഞാൻ ഇതുപോലെ നോക്കിയപ്പോ മഞ്ഞിന്റെ ഒരു അംശവും അങ്ങനെ വിമല എന്നുള്ള കഥാപാത്രം കാത്തിരിക്കുന്ന കഥാപാത്രത്തെ ആരെങ്കിലും വരുമോ എന്നോ, ബുദ്ധു ഗോരാ സാഹിബിനെ കാത്തിരിക്കുന്ന തോണിക്കാരനായുള്ള ബുദ്ധുവോ, അതല്ലെങ്കിൽ സർദാർജിയോ തത്വശാസ്ത്രം പറഞ്ഞ്, മരണത്തിന്റെ തത്വശാസ്ത്രം പറഞ്ഞ് നമ്മളെങ്ങനെ ഹരം കൊള്ളിക്കുന്ന, വിമലയ്ക്ക് തന്നെ വലിയ താങ്ങും തണലുമാകുന്ന മനുഷ്യനായി തീർന്ന് ഇനി അദ്ദേഹത്തെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ പരിചരിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആകാരം അങ്ങനെ തോന്നിപ്പിക്കുന്ന അതൊക്കെ ഞാൻ നോക്കി. അവിടെ ഇല്ല, ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ പറ്റില്ല. ആകെ നൈനിദേവിയുടെ തടാകമുണ്ട്. ആ തടാകം, അതിന് അദ്ദേഹം പറഞ്ഞ ഭാവങ്ങളൊന്നും ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അത് മല കയറി പോയിട്ട്, നൈനിറ്റാൾ എന്ന് പറയുന്ന ആ പ്രദേശത്തിന് മല കയറി പോയിട്ട് ഞാൻ അങ്ങനെ പോയി കുറെ എന്താ അവിടെ കാണാനുള്ളത്, MTയുടെ ഇതിന്റെ ഒരു ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി. ഒന്നുമില്ല. അവസാനം ചെന്നപ്പോ ദേവ് ബിസ്റ്റ് കോളേജ് എന്ന് പറയുന്നൊരു കോളേജൊക്കെ ഉണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി നോക്കും. ദേവ് ബിസ്റ്റ് കോളേജ് ഒരു കോളേജാണ് അവിടെ ഞാൻ ആ ക്യാമ്പസിൽ കുറെ ചെന്നിരുന്നു. ആ മരച്ചോട്ടില് അവിടെ ഒരുപാട് പലതരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ ഓർത്തു, സത്യത്തിൽ എന്തായി വിമല, എവിടെ ഈ ഗോരാ സാഹിബ്? ഡിബേറ്റിനുള്ള ഒരു ആമുഖം എന്നുള്ള മാത്രം എടുത്താൽ മതി. ഏതായാലും വലിയ സന്തോഷമുണ്ട് ഇനി വായനശാലയിലേക്ക് വിളിച്ചതിനും. ഈ ഞാൻ ഒരു വായനശാല പ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കറിയാം. നമുക്ക് വായിപ്പിക്കാൻ എന്നുള്ള ഒരു സാധ്യതകളിലേക്ക് അത് എങ്ങനെയൊക്കെ വളരേണ്ടതുണ്ട്. ഞങ്ങളൊക്കെ അവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ ഇത്രയെങ്കിലും ആളുണ്ടായല്ലോ. ഇങ്ങനൊരു സമ്മേളനം വെച്ച് ചിലപ്പോൾ പുതുപ്പറമ്പ് ഇത്തിരി ആളുകൾ ഉണ്ടാവണം. അതൊക്കെ ഓരോ ദേശത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും ഇത് നിലനിർത്തുക, യഥാർത്ഥത്തിൽ ആ വായനശാലയ്ക്കെല്ലാ ഭാവിയും നേർന്നുകൊണ്ട് ഞാൻ ഈ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.